കണ്ടവൻ കേട്ട കാര്യങ്ങളിലേക്ക് എല്ലാവരും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യണേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണോ? വേനൽ മഴയൊക്കെ കിട്ടിയോ എല്ലാവർക്കും? ഇവിടെയൊക്കെ നിറയെ കിട്ടി കേട്ടോ. ഇവിടെ 2-3 ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ വേനലിന് ആ കാഠിന്യത്തിന് കുറച്ചൊരു കുറവുണ്ട് എന്ന് പറയാം. ഇനി എത്ര ദിവസം കിട്ടുമെന്നറിയില്ല. അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടെലിപ്പതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത് ചെയ്തു നോക്കിയിട്ടുള്ളവരുടെ അനുഭവങ്ങൾ എന്തായിരിക്കും? അത് ചുമ്മാ കേട്ട് മറന്നു കളഞ്ഞേക്കുകയാണോ? എന്തു തന്നെയായാലും ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഊർജത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്പന്ദിക്കുന്ന ഊർജത്തിൻ്റെ ഒരു മഹാസമുദ്രം നമ്മെ ചുഴന്നു നിൽക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ഉപയോഗത്തിനായി ഓരോ ശ്വാസത്തോടൊപ്പം അതിൻ്റെ ഒരു അല്പാംശം നാം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് വലിച്ചെടുക്കുന്നുണ്ട്. ഊർജം സാന്ദ്രരൂപിയല്ല എന്ന് പറഞ്ഞല്ലോ. അതിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനെ രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കണമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മെ ചൂഴ്ന്ന ഊർജമഹാസമുദ്രത്തിൽ നിന്ന് അല്പാംശങ്ങൾ വലിച്ചെടുത്ത് ഉപയോഗക്ഷമമായ രീതിയിൽ അതിനെ മാറ്റുവാൻ ഉപകരിക്കുന്ന രൂപാന്തരീക്ഷണ ഉപകരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പുരാതന സംസ്കൃതത്തിലെ ഇവയെ ചക്രങ്ങൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിവിധ വർണ്ണത്തിലുള്ള അതിദ്രുതം ചലിക്കുന്ന പ്രകാശചക്രങ്ങളായിട്ടാണ് ഭാരതത്തിലെ മഹർഷിമാരൊക്കെ ഇവയെ സങ്കല്പിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അസംസ്കൃതമായ ജീവോർജം ശുദ്ധമായിരുന്നു അത്ര. തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗുണവിശേഷണങ്ങളൊന്നും അതിന് ഇല്ല. മനുഷ്യോർജമായി മാറ്റപ്പെടുമ്പോൾ ആ രൂപാന്തരീക്ഷണത്തിനു ഉപയോഗിക്കപ്പെട്ട ഉപകരണത്തിന്റെ രൂപം അത് കൈക്കൊള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഊർജം ജീവനെ ജനിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുവെന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഊർജത്തെ മനസ്സിലാക്കുന്നതിന് എത്ര തരം ഊർജമുണ്ടെന്ന് ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായി ഭൗതികോർജം. വൈദ്യുതിയുടെ വിവിധ പ്രയോഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതാണ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഇതിൽ പെടുന്നതാണ് കേട്ടോ. വ്യക്തമായി മനസ്സിലാക്കാതെ മനുഷ്യന് ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു തരം ഊർജമുണ്ട്. അതാണ് നമ്മൾ ഇതിനൊക്കെ പ്രധാനമായിട്ട് അടിസ്ഥാനമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അതീന്ദ്രിയം, വൈകാരികം, വൈചാരികം, ആത്മീയം എന്നൊക്കെയാണ് ഇതിന് പറയണത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അവയുടെ വേഗത വർദ്ധിച്ചു വരുന്നുണ്ട്. നിർഭാഗ്യവശാൽ ശാസ്ത്രത്തിന് ഇവയെക്കുറിച്ച് ഏറെയൊന്നും പറയാനില്ല. അല്പം ചിലത് പറയാനുള്ളതാകട്ടെ കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്പർദ്ധയുടെ കറ പുരണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. സത്യത്തിൽ നമ്മൾ പറയുന്ന ഈ പല കാര്യങ്ങളും പല ആശയങ്ങളും സർവദേശീയ സംഘടന ഊർജത്തെക്കുറിച്ച് പഠിക്കാനായി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദ്വന്ദ്വാത്മാക്കളാണ് നമ്മൾ. നമ്മുടെ ഭൗതിക ശരീരം ഒരു ഭൗതിക ഊർജം കൊണ്ട് സജീവമായിരിക്കുന്നു. നമ്മുടെ ഭൗതിക ശരീരത്തിന് ഗുണപ്രദമായ രീതിയിൽ നമ്മുടെ വികാര വിചാരങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് ഈ ഭൗതിക ഊർജമാണ്. അതേസമയം തന്നെ നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് അനുഗുണമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ നാം പലപ്പോഴും പ്രേരിതരായി തീരാറുണ്ടല്ലോ. ഉദാഹരണത്തിന്, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരാൾ സ്വന്തം ജീവൻ പണയം വെക്കുന്ന ഒരവസ്ഥ നാം കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടാവും അല്ലേ? വിശന്നു പൊരിയുന്ന ഒരമ്മ തൻ്റെ അവസാനത്തെ പിടിച്ചോറ് തൻ്റെ കുഞ്ഞിനായി മാറ്റിവെക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത്തരം പ്രവൃത്തികൾ ശരീരത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് തെളിയിക്കുക പ്രയാസമായി തീരും. എന്നിട്ട് ലോകമെമ്പാടും ദിനം പ്രതി ആളുകൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണിത്? നമ്മുടെ ഭൗതിക ശരീരത്തിൽ ഭൗതിക ഊർജത്തിന് പകരമായി നിഗൂഢ സ്വഭാവിയായി മറ്റൊരു ഊർജം കൂടി നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ഇതിനുള്ളൊരു ഉത്തരം. ഇതിനെയാണ് നമ്മൾ ആത്മാവ് എന്ന് വിളിക്കുന്നത്. ശരീരത്തിൻ്റെതിൽ നിന്ന് വിഭിന്നമായ ലക്ഷ്യങ്ങളും ആദർശങ്ങളുമാണ് ആത്മാവിനുള്ളത്. പലപ്പോഴും ഈ ലക്ഷ്യാദർശനങ്ങൾ
ശരീരത്തിൻ്റെതിൽ നിന്ന് വിഭിന്നമായിട്ട് അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോഴാണ് നാം സംഘർഷത്തിനടിമകളാകുന്നത്. സ്വന്തം ആശയദർശങ്ങൾക്കനുസൃതമായി ആളുകളെ നയിക്കാനുള്ള ശക്തി ആത്മാവിനുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് ഉത്തമങ്ങളും പ്രശംസകളുമാണെന്ന തോന്നലുളവാക്കാനും അവയ്ക്കനുസൃതമായി പ്രവർത്തിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കാനും ആത്മാവിന് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തികൾ വിസ്മയകരം തന്നെയാണല്ലോ. എന്നാൽ നിങ്ങളിതൊക്കെ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ ആത്മീയോർജം ഉപയോഗിക്കാൻ ചുരുക്കം ചിലരെ ശ്രമിക്കാറുള്ളൂ. എന്നിട്ടും നമ്മിൽ മിക്കവരും ആത്മാവിനോട് പ്രതികരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനാൽ ഉപയോഗിക്കപ്പെടുന്നുമുണ്ട്. ഈ ലോകത്തെ വരുതിയിൽ നിർത്താനുള്ള ഒരു താക്കോലാണത്. ഈ ശക്തി നമ്മിലെല്ലാവരിലും ഉണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചിട്ടറിയണം. അത് നമ്മുടെ ചുമതലയും കൂടെയാണ്. ആത്മീയോർജം ഉൽപ്പാദിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതും എങ്ങനെയെന്ന് ഈ അധ്യായം നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ശ്വാസത്തോടുമൊപ്പം ആത്മീയോർജത്തിൻ്റെ അല്പാംശം നാം ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞോ അറിയാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് എടുക്കുന്നുണ്ട്. ആത്മീയോർജം ഉൾക്കൊള്ളുന്ന ഈ പ്രക്രിയ നമുക്ക് നിർത്താനോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാനൊന്നും സാധിക്കുകയില്ല. ശേഖരിച്ച ഊർജത്തെ സൂക്ഷിച്ചു വെക്കാനും നിയന്ത്രിക്കാനും മാത്രമേ നമുക്കൊക്കെ കഴിയുള്ളൂ. സാധാരണഗതിയിൽ നാം അത് കിട്ടിയ പാടെ ദുരുപയോഗപ്പെടുത്തുകയോ പാഴാക്കി കളയുകയോ ചെയ്യാറുണ്ട്. ഇത് ഒഴിവാക്കേണ്ടതുമുണ്ട്. അല്ലെങ്കിൽ കെണിയിൽ ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നത് എവിടെയൊക്കെയെന്ന് വഴിയെ പറഞ്ഞു പോകാം. അതറിഞ്ഞാൽ അവയെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എളുപ്പമായിരിക്കുമല്ലോ. അതിനാണ് കേട്ടോ. ആത്മീയോർജം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും സരളവും സ്വാഭാവികവുമായ മാർഗം ശ്വസന നിയന്ത്രണമാണ്. അതെ, ശ്വാസോച്ഛ്വാസം തന്നെ. പക്ഷെ സാധാരണഗതിയിലുള്ളതല്ല എന്ന് മാത്രം. പ്രാഥമികമായ ശ്വസന നിയന്ത്രണ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, അതിനൊന്നാമതായിട്ട് ശുദ്ധവായു ലഭിക്കുന്ന ഒരിടത്ത് നിൽക്കുക. ജനലിനരികിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ വേണമെങ്കിലും ആവാം. 2, കാലുകൾ അകത്തി നിന്നുകൊണ്ട് കൈകൾ വശങ്ങളിലേക്ക് ഉയർത്തി ലംബമായി പിടിക്കുക. 3, 5 എണ്ണി തീരുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. 4, ഉടനെ തന്നെ 10 എണ്ണി തീരുന്നത് വരെ ഉച്ഛസിക്കുക. ശ്വസിക്കുന്നതും ഉച്ഛസിക്കുന്നതിനും എണ്ണൽ ഒരേ വേഗത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. 5, ഈ ശ്വാസോച്ഛ്വാസ ചക്രം 10 തവണ ആവർത്തിക്കണം. 6, ഒരു കസേരയിൽ നിവർന്നിരുന്നു കൊണ്ടോ നടന്നുകൊണ്ടോ പോലും ഈ ഒരു പ്രക്രിയ, വ്യായാമം തുല്യഫലത്തോടെ ചെയ്യാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു ശ്വസന പ്രക്രിയയാണ് ഈ പറഞ്ഞു തന്നിട്ടുള്ള. ആർക്കും ഏത് സാഹചര്യത്തിലും ഇവിടെ ഇരുന്നിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നതിന് ഈ വ്യായാമം ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. ദിവസത്തിൽ 2-3 പ്രാവശ്യം ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. വീട്ടിലോ ഓഫീസിലോ അല്ലെങ്കിൽ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. 1 മാസത്തിന് ശേഷം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റൊരു വ്യായാമത്തിലേക്ക് നമുക്ക് കിടക്കാം. അതൊന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കസേരയിൽ നിവർന്ന് ശിരസ് ഉയർത്തി ഇരിക്കുക. നട്ടെല്ല് നിവർത്തിയിട്ട് ഇരിക്കുക.
കാൽമുട്ടുകൾ തമ്മിൽ തൊടുവിച്ച് കണങ്കാലുകൾ പിണച്ചു വേണം ഇരിക്കാൻ. കൈകൾ ചേർത്ത് പിടിച്ച് മടിയിൽ വയ്ക്കുകയോ ഇഷ്ടമെങ്കിൽ പ്രാർത്ഥനാരൂപേണെ തമ്മിൽ ചേർത്ത് നെഞ്ചോടടുപ്പിച്ചു പിടിക്കുകയോ ചെയ്യുക. 2. താളാത്മകമായി എണ്ണിക്കൊണ്ട് മൂക്കിൽ കൂടി ശ്വസിക്കുക. 8 എണ്ണം വരെ ഉള്ളോട്ട് ശ്വസിക്കണം. 3. 12 എണ്ണം വരെ ശ്വാസം ശ്വാസകോശങ്ങളിൽ പിടിച്ചു നിർത്തുക. ശ്വസിക്കാൻ ഉപയോഗിച്ച താളത്തിൽ തന്നെ വേണം ഇപ്പോഴും എണ്ണാൻ. വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. 4. മൂക്കിൽ കൂടി തന്നെ ഉച്ഛ്വസിക്കുക. 10 എണ്ണുന്ന സമയം കൊണ്ട് വേണം ഇത് ചെയ്യാൻ. ദിവസങ്ങൾക്കകം എണ്ണാതെ തന്നെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളക്രമം നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കും. ഉച്ഛ്വസിക്കുമ്പോൾ കണ്ഠത്തിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് ശ്വാസനാളിയിലേക്ക് അതിനെ ബോധപൂർവം നിയന്ത്രിച്ചെത്തിക്കുക. ഒരു മർമ്മരം പോലെ ഒരു ത്രസിപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഉച്ഛ്വാസവായു മുഴുവൻ പുറത്തേക്ക് പോകുന്നത് വരെ ഈ ത്രസിപ്പ് ബോധപൂർവം നിലനിർത്തുക. 5. ഇങ്ങനെ 5 തവണ ചെയ്യണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ജീവനെ ജനിപ്പിക്കുന്നതും നിലനിർത്തുന്നതും ഊർജമാണെന്ന് ഒരു വസ്തുതയത്രേ. ഊർജമാണ് സർവജീവന് ഔഷധിയായിട്ടുള്ളത് അല്ലേ? ആവശ്യമായ അളവിലുള്ളപ്പോൾ അത് അതിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളെ ഉന്മേഷവാനാക്കും. അമിതോർജത്തിൻ്റെ അഭാവമോ പോരായ്മയോ ആണ് രോഗങ്ങൾക്ക് പോലും കാരണമാകുന്നത്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉടനെ ഇന്ന് തന്നെ ഊർജ്ജശേഖരം പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള അടുത്ത നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഊർജ്ജശേഖരത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ മിക്കവരുടെയും നിലപാട് ചിലർ മറ്റുള്ളവരെക്കാൾ ഉന്മേഷവാനായിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് ഇതെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചു കാണില്ല. നിങ്ങൾക്ക് മാത്രമല്ല ഏതൊരാൾക്കും സ്വാഭാവികമായുള്ള നിങ്ങളുടെ ഊർജ്ജശേഖരം 10 മടങ്ങ് വർദ്ധിപ്പിക്കാനാകും. അതിന് സഹായമാകുന്ന വേറൊരു വ്യായാമം കൂടി ഉണ്ട്. നമുക്ക് അതിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. 1. കാലുകൾ തമ്മിൽ തൊടുവിച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് മടിയിൽ വെച്ചുകൊണ്ട് നിവർന്നിരിക്കുക. 2. അളവില്ലാത്ത ഊർജം കൊണ്ട് ജ്വലിക്കുന്ന ഒരു വെളുത്ത ഭീമാകാര ഗോളമായി സൂര്യനെ ദൃശ്യവൽക്കരിക്കുക. 3. മനസ്സുകൊണ്ട് അവബോധത്തെ സൂര്യനിലേക്ക് ഉയർത്തുക. അതിൻ്റെ ജ്വാലാങ്കിതമായിട്ടുള്ള ശരീരത്തിലൂടെ ഊളിയിട്ട് സൂര്യൻ്റെ ഹൃദയത്തിലേക്ക് സഞ്ചരിക്കുക. രസാലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. 4. ഭയക്കേണ്ടതില്ല, നിങ്ങളും സൂര്യസൂതൻ തന്നെ. എന്താ രസല്ലേ! ഇത് ജന്മം കൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട് നിങ്ങളുടെ ഗൃഹം തന്നെയാണ്. സൂര്യൻ്റെ അപരിമേയമായ ശക്തി നിങ്ങളിൽ നിറയട്ടെ. അത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും ഉന്മേഷവാനാക്കുന്നു, അല്ലെങ്കിൽ ഉന്മിഷത്താക്കുന്നു, അല്ലെങ്കിൽ ഉന്മിഷത്താക്കട്ടെ. 5. 1 മിനിറ്റിന് ശേഷം സ്വന്തം ശരീരത്തിലേക്ക് മടങ്ങുക. എഴുന്നേറ്റ് നിങ്ങളുടെ കർമ്മങ്ങളിൽ മുഴുകുക. ഇത്രയേ ഉള്ളൂ. ഉത്തമ ഗുണസമൃദ്ധമായ ഊർജം അധികമായി നേടാനുള്ള 3 വിദ്യകളും അഭ്യസിച്ചു കഴിഞ്ഞാൽ നേടിയ ഊർജത്തെ നിലനിർത്താനും
അതിന് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും കൂടി നിങ്ങൾ പരിശീലിക്കണം. എത്രയെത്ര രീതികളിലാണ് ഊർജത്തെ നാം പാഴാക്കി കളയുന്നതെന്നതിനെക്കുറിച്ച് ബോധോദയമുണ്ടാകുമ്പോൾ നമ്മളൊക്കെ എങ്ങനെ അന്തം വിട്ട് നിന്ന് പോകും. നീച വികാരങ്ങൾക്കും അല്ലെങ്കിൽ ചീത്ത വികാരങ്ങൾക്കും ആസക്തികൾക്കും വഴങ്ങുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഊർജം നഷ്ടമുണ്ടാകുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത്. ചിലർ നിങ്ങളിൽ നിന്ന് ഊർജം ചോർത്തിയെടുക്കുന്നു, മറ്റു ചിലർ നിങ്ങൾക്ക് ഉന്മേഷം പകരുന്നതായി തോന്നുന്നത് പോലെ തന്നെ അല്ലേ? മനുഷ്യ വ്യക്തികൾ തമ്മിൽ ഊർജം കൈമാറ്റം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വല്ലതും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന്, പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ ഊർജം കൈമാറുന്നു. ഇത് രണ്ടു കൂട്ടരെയും ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാനസിക ഊർജം, ശാരീരിക ഊർജം. ഊർജം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ പാഴാക്കി കളയുന്നതിനും രീതികൾ അനവധിയുണ്ട്. അനാവശ്യ നഷ്ടങ്ങൾക്കെതിരെ മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മേൽവസ്ത്രം ശരീരത്തിന് ചുറ്റും വലിച്ചു ചേർത്ത് പിടിക്കുന്നത് പോലെ സ്വന്തം ശക്തികളെ തടുത്തു കൂട്ടിപ്പിടിക്കുക എന്നതാണ് ഒരേ ഒരു പോംവഴി. അനാവശ്യമായി ഒരു ചലനവും നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കാൻ അനുവദിക്കാതിരിക്കുക. നോക്കിക്കാണുന്നതിനു മാത്രം നാം പാഴാക്കി കളയുന്ന ഊർജം വലുതാണ്. അർത്ഥശൂന്യമായിട്ടുള്ള ചിന്തകളിലും ഊർജം പാഴാക്കി കളയാതിരിക്കുക. നിങ്ങളെ തന്നെയും നിങ്ങളുടെ ഊർജത്തെയും അടക്കി നിർത്തുക. ഇതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമം അത്യാവശ്യമാണ്. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ഞാനിതാ പെട്ടെന്ന് എൻ്റെ ചിന്തയിലേക്ക് ഇതാ പോയത്. എൻ്റെയൊക്കെ ഊർജം എന്തോണാ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടും അല്ലേ? ഇതും ഊർജം തന്നെയാണല്ലോ ഈ നഷ്ടപ്പെടുത്തുന്നത്. പക്ഷെ എന്ന് കരുതി എനിക്കിത് പറയാതിരിക്കാനും പറ്റില്ല. ഊർജം വെറുതെ ചിലവാക്കി കളയാതിരിക്കാൻ മാത്രമല്ല, അത് ചോർന്നു പോകാതിരിക്കാനും നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം. ആലസ്യം പൂണ്ടാൽ നിങ്ങളുടെ ആത്മീയോർജം ചോർന്നു പോകും. ഊർജത്തിൻ്റെ ഭൗതിക രൂപം മാത്രം നിങ്ങളിൽ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ഊർജ്ജസ്വലതയും ആവശ്യപ്പെടുന്ന ശാരീരിക പ്രയത്നവുമാണ് ഇതിനെതിരെയുള്ള ഒരു പ്രതിവിധി എന്ന് പറയാം. ആത്മീയ ശക്തിയുടെ സ്വാർത്ഥത പ്രേരിതമായ പ്രയോഗം മറ്റുള്ളവർക്കും നിങ്ങൾക്കും തന്നെയാണ് വിനാശകരമാണെന്ന് ഓർമ്മിക്കേണ്ടതാണ്. ഭൗതിക നേട്ടങ്ങൾക്കായി ആത്മീയ ശക്തിയെ ഉപയോഗപ്പെടുത്തരുത് എന്നല്ല ഇതിനർത്ഥം. മറിച്ച് ഇതിനു വേണ്ടി തന്നെ, സ്വന്തം സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെ, അതിനു വേണ്ടിയിട്ടാണ് ആത്മീയ ഊർജം ആർജിക്കേണ്ടത് അല്ലെങ്കിൽ ആർജിക്കുന്നത്. അതേസമയം ശരിയായ ഒരു രീതിയും തെറ്റായ മറ്റൊരു രീതിയുമുണ്ട്. മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തിവെച്ചുകൊണ്ട് സ്വയം ഉയരുക എന്നതാണ് തെറ്റായ രീതി. വാസ്തവത്തിൽ പുതിയ വസ്തുക്കൾ അല്ലെങ്കിൽ പുതിയ സമ്പത്ത് സൃഷ്ടിക്കുകയാണ് നിലവിലുള്ളവയ്ക്ക് വേണ്ടി മറ്റുള്ളവരോട് മത്സരിക്കുന്നതിനേക്കാൾ എളുപ്പം. നിങ്ങളുടെ മനഃശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന സമ്പത്ത് ഏറെയുള്ളപ്പോൾ മറ്റൊരാൾ കൈയടക്കി വെച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ അംശത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഊർജത്തെ പാഴാക്കി കളയുകയുമാണ് ചെയ്യുന്നത്. മറ്റൊരുവൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ സ്വന്തമായിരിക്കുകയോ ചെയ്യുന്ന ഒരു വസ്തുവിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വൈകാരിക ഘടനയ്ക്ക് കാര്യമായിട്ടുള്ള എന്തോ ഒരു തകരാറുണ്ട്. അതുടനെ തിരുത്താൻ നടപടിയെടുക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇത് മനുഷ്യ സഹജമായിട്ട് എല്ലാവരിലും വരാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു ആത്മപരിശോധന നടത്തുന്നത് അത്യാവശ്യവുമാണ്. അങ്ങനെ ആത്മപരിശോധനയുടെ ഭാഗമായിട്ട് നമ്മളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ആർക്കാ ഗുണം? നമുക്കും നമ്മളുടെ ചുറ്റുപാടുള്ളവർക്കും അത് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഊർജത്തിൻ്റെ പ്രഭാവം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടു കേട്ടിരുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.